ഹലോ ഫാമിലി, സാറയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം റോണപ്പനും കൂട്ടുകാരെയും കൊണ്ട് അതിരമ്പള്ളി വാഴച്ചാലൊക്കെ പോയിരുന്നു. അപ്പോൾ അതിരമ്പള്ളിക്ക് പോകാമെന്നുള്ള പ്ലാനിൽ ഇറങ്ങിയെങ്കിലും ഞങ്ങൾ പകുതിക്ക് വെച്ചിട്ട് മഹാഗണിത്തോട്ടം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാറ്റൂർ പള്ളിക്ക് പോയില്ലേ, അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് മഹാഗണിത്തോട്ടം. എനിക്ക് തോന്നുന്നത് പോകാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് ഒരു മഹാഗണിത്തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മഹാഗണി മരങ്ങൾ മാത്രമല്ല, ഒരു കാട് പോലെയാണ്. അതിൻ്റെ അകത്തു കൂടി പോകുമ്പോൾ കുറേ ഊഞ്ഞാലുകളും അങ്ങനെ നല്ല വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും പറയാനുള്ളത് യൂത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത് കാരണം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ചില കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ ഈ വീഡിയോ എടുത്തതിൽ എന്താ പറയുക, ഫോൺ വട്ടത്തിലും നീട്ടത്തിലൊക്കെ ആയി പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വ്ളോഗ് ചെയ്യുന്നത്. ഈ യൂത്തിലെ പിള്ളേർ, അതായത് എൻ്റെ മോൻ 20 വയസ്സാണല്ലോ, അപ്പോൾ 20, 21, 22 ആ ഒരു ഏജിലുള്ള മക്കളുള്ള പാരൻസ്, ഞാൻ ഒരുപാട് പ്രോബ്ലംസ് റോണിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ഈ പ്രായക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നീട് കണ്ടുപിടിച്ച വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരോട് നമ്മൾ എല്ലാ കാര്യത്തിനും കയറി നോ പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം നോ പറഞ്ഞു കഴിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹൈഡ് ചെയ്ത് വെച്ചാണെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യും. പിന്നീട് ഞാൻ കണ്ട വഴി എന്ന് പറയുന്നത്, അവരോട് യെസ് പറയുമെങ്കിലും പക്ഷെ ഞാനതിൽ ഡിമാൻഡ് ചെയ്യും. കാരണം നിങ്ങളവിടെ പൊക്കോ, പക്ഷേ പോകുന്ന സ്ഥലത്ത് എത്തിയാൽ എന്നോട് പറയണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡിമാൻഡുകൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ പിള്ളേർക്ക് അവർക്ക് സ്ഥലങ്ങൾ പോകാൻ പറ്റുന്നുണ്ട്. ചെന്ന് കഴിയുമ്പോൾ ഒരു കാര്യങ്ങളും നോണ പറയാതെ ഈ പിള്ളേർ പറയും. അപ്പോൾ മറ്റുള്ള പാരൻസ് ആണെങ്കിലും അവരെന്നോട് വിളിച്ച് ചോദിക്കും എത്തിയോ. അപ്പോൾ ഇവരെ ഞാൻ ചീത്ത പറയുകയും ചെയ്യും, എന്നിവരെ കൊണ്ടു കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവരോട് ഞാനായിട്ട് അങ്ങോട്ട് ചോദിച്ചതാണ്, നമുക്കൊരു ട്രിപ്പ് പോയാലോ. അപ്പോൾ ഇവന്മാരുടെ കൂട്ടത്തിൽ ഞാനിങ്ങനെ തുള്ളിച്ചാടി ഇവർക്ക് വേണ്ടിയിട്ടാണ്, എന്നെക്കൊണ്ട് വയ്യ എന്നാൽ പോലും ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇവരുടെ കൂടെ തുള്ളിച്ചാടിയൊക്കെ നടന്നത്. കാരണം ഇതിലൊരു പയ്യനെ നിങ്ങൾ കണ്ടല്ലോ, വണ്ടി ഓടിക്കുന്ന, ലൈസൻസ് ഉള്ളൊരു കൊച്ചാണ്, ഡെഫാണ്. അപ്പോൾ അവൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് അവൻ ഓടിച്ചു. എന്നാൽ പോലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ തന്നെയാണ് ഓടിച്ചത്. ഈ 5 സീറ്റിൻ്റെ വണ്ടിയിൽ 7 പേര്, അയ്യോ മക്കള്, ഇവരുടെ ഒരു വൈബ് എന്താ പറയുക, ഇവരൊരു ഇഷ്ടം കൊണ്ടാണ് അവർ ആ സ്ട്രഗിൾ ചെയ്തിട്ട് കുത്തി കയറിയിരുന്നാണെങ്കിലും അവർക്ക് ഈ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തോന്നുന്ന ഒരു പ്രായമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിനർത്ഥം നമ്മളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പിള്ളേർക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടണം എന്നുള്ളൊരു പ്രായമാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഈ പിള്ളേർ അനുസരിക്കും. കുറേ കാര്യങ്ങൾ നമ്മളോട് ഒരു പരിധി വരെ, ഒരു 99% കാര്യങ്ങൾ റോണാണെങ്കിലും ഈ കുട്ടികളാണെങ്കിലും ശരി തുറന്നു പറയും. കാരണം ഞാനിങ്ങനെ കൂളായിട്ട് ചോദിക്കും, നിനക്ക് ലവറില്ലേടാ, ലവർ എന്താണ്? അപ്പോൾ എന്നോട് ഇങ്ങനെ ഓരോരുത്തർ പറയും, ചേച്ചി ആ ലവർ ഇങ്ങനെയാണോ, ചേച്ചി ഇങ്ങനെ ഇഷ്ടമാണോ. ഞാനപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ പോലും പല കാര്യങ്ങൾ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഈ പിള്ളേർ തുറന്നു പറയും. അപ്പോൾ നമുക്ക് അവരെ ചീത്ത വിളിക്കാൻ പോലും പറ്റും, ഉപദേശിക്കാനും പറ്റും. കാരണം ഇവിടെ കൂടെ നിന്നുകൊണ്ട് ഇവരുടെ ഒപ്പം നമ്മൾ വലുതായാൽ മാത്രമേ ഈ കുട്ടികൾ നമ്മുടെ കയ്യിൽ നിൽക്കത്തുള്ളൂ. ആസിഫ് അലിയുടെ ഒരു ടോക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ പറയുന്ന പോലെ തന്നെ മുമ്പത്തെ പ്രായത്ത് നമുക്ക് വീട് വിട്ടിറങ്ങി പോകാൻ തോന്നും. പക്ഷെ ഒരു 26, 27 വയസ്സാകുമ്പോഴേക്കും വീട്ടിലേക്കൊന്ന് വന്നാൽ മതിയായിരുന്നു ഒരു ഏജിലേക്ക് ഇവരെന്തായാലും മാറും. ഇത് മഹാഗണിത്തോട്ടത്തിലെ ഫോട്ടോസാണ് കേട്ടോ. അതായത് നമ്മൾ ഇരുട്ട് പോലെ ഒരു കാട്ടിൽ നിന്ന് നടന്ന് വെളിച്ചത്തേക്ക് വരുമ്പോൾ ഇതുപോലെ കുറേ ഊഞ്ഞാലും ഒരു ഏറുമാടമൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. റോണപ്പം കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏറുമാടമൊക്കെ പോയി. പക്ഷേ നല്ല വൈബാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലി ആയിട്ട് ഒരുപാട് തിക്കും തിരക്കില്ലാത്തത് എനിക്ക് തോന്നുന്നത് ഈ നാടിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ എറണാകുളം വരുന്നവർ എന്തായാലും ഇവിടെ വന്നോട്ടോ. അപ്പം ഞങ്ങൾ നടന്ന് മഹാഗണിത്തോട്ടത്തിൽ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് ഒരു മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു, അതിരമ്പള്ളിക്ക് പോയി. ഞാൻ നോക്കുമ്പോൾ മറ്റേ മലയാറ്റൂർ മല കയറാനുള്ള അത്രയും തിക്കും തിരക്കുണ്ട്. പിന്നെ ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ ഇറങ്ങുമ്പോൾ വിചാരിക്കുന്നത്, ദൈവമേ ഞാൻ എങ്ങനെ തിരിച്ച് കയറും. ഒന്നാമത് കണ്ടില്ല, ഒരു പാവാടയാണ് ഇട്ടിട്ട് വെച്ചത്. ഈ പാവാടക്കാണെങ്കിൽ അത്യാവശ്യം ലെങ്ത്തുള്ള പാവാടയാണ്, നിലത്ത് കിടന്നൂരുള്ള. ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ അയ്യോ ഇതൊരു കാണേണ്ട കാഴ്ചയാണ്. പിന്നെ നമ്മൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേടാ, നമ്മളിങ്ങനെ വെള്ളം നിൽക്കുമ്പോഴിങ്ങനെ കൂടി വന്നത്. അപ്പോൾ അറ്റത്തേക്ക് പോയി നിൽക്കുമെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളച്ചാട്ടം കൂടുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ തരി പോലെ മഴ പോലെ മുഖത്തേക്കും നമ്മുടെ തലയുടെ മേലിൽ കൂടിയൊക്കെ അടിച്ചു വരും.
പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക്, അതായത് ഒരു 3-4 മണിക്കൂർ ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ട്. ആ നിന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുവാണ്, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഭയങ്കര സന്തോഷം, ഒരു മനുഷ്യൻ പോലും അവിടെ മാറുന്നില്ല. അതായത് എന്താ പറയാ, നമ്മള് വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര സ്ട്രെസ്സായിട്ടൊക്കെ ഇറങ്ങിപ്പോവില്ലേ, അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തോന്നും. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ കൂടി, വെറുതെ ഇരിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടി കർത്താവെ ഞാൻ എങ്ങനെ ഈ മല തിരിച്ചു കയറും. അതുകൊണ്ട് ബ്രീത്തിങ് ഇഷ്യൂ ഉള്ളവരും പ്രായമായവരും എന്താ പറയുക, ഞാൻ പറയത്തില്ല കേട്ടോ താഴേക്ക് ഇറങ്ങി പോകാനായിട്ട്. കാരണം നമുക്ക് നേരെ നോക്കുമ്പോൾ വേണമെങ്കിൽ വെള്ളച്ചാട്ടമൊക്കെ അവിടെ ഇരുന്ന് ചെറിയ വെള്ളത്തിലൊക്കെ കളിക്കാനുള്ള പ്ലേസ് ഉണ്ട്. അല്ല അത് കഴിഞ്ഞിട്ടാണെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ 2-3 എൻട്രൻസ് ഉണ്ട് നമുക്ക് വെള്ളത്തിൽ കുളിക്കാനും കാര്യങ്ങൾക്കായിട്ട്. പക്ഷെ നമുക്ക് എന്താ പറയുക, വെള്ളത്തിൽ കുളിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഒരു 6 മണി വരെയൊക്കെ അവിടെ നിന്നു. പിന്നെ കുറേ ഫോട്ടോസ്, ഈ പിള്ളേർ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ എത്ര ഷോർട്സ് ഇട്ടിട്ടുണ്ട്. കാരണം അത്രയും ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഞാൻ മറന്നുപോയി, ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളൊക്കെ കാണിക്കേണ്ടതാണല്ലോ, അതുകൊണ്ട് വട്ടവും ഒക്കെ ആയിപ്പോയിട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ ഞങ്ങൾ അവിടെ ഉച്ചയ്ക്കൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്ന പിള്ളേർക്ക് അത്യാവശ്യം നല്ലൊരു ഫുഡ് മേടിച്ചു കൊടുക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഉച്ചയായപ്പോൾ ഇവന്മാർ കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചുള്ളൂ. അപ്പോൾ മെയിൻ ഫുഡ് ഇവർ കഴിച്ചില്ല. പിന്നെ ഞങ്ങളൊരു 6 മണി വരെയായിട്ട് അവിടെ ടിക്കറ്റ് കൊടുക്കുന്നത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ടിക്കറ്റ് കൊടുക്കും. ഈ 6 മണിക്ക് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ചെന്ന് തിരിച്ചു വരുന്ന സമയം, അതോടുകൂടി പിന്നെ പോലീസുകാരൊക്കെ ഉണ്ട് അവിടെ. നമ്മൾ അവരൊക്കെ പറയുന്നത് കേൾക്കുന്നത് സമയത്തൊക്കെ വെള്ളം കൂടി വരുമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് ഫോട്ടോ ഒന്നും മര്യാദക്ക് എടുക്കാനേ പറ്റിയില്ല. ഞാൻ ഈ വീഡിയോ ആഡ് ചെയ്തതെന്ന് പറയും, കണ്ടോ, ഇത് മലയാറ്റൂർ മല കയറാൻ ഞാൻ പോയപ്പോൾ അതേ തിരക്കായിരുന്നു. കാരണം ഇത് കാണുമ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിലോട്ട് പോകണമെന്ന് കരുതില്ല. പക്ഷെ ഇതിലും സമാധാനത്തോടെ പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മഹാഗണിത്തോട്ടം. മഹാഗണിത്തോട്ടത്തിൽ ഇതുപോലെ പിള്ളേർക്ക്, കൊച്ചു പിള്ളേർക്ക് വരെ കുളിക്കാനും കളിക്കാനും ഒക്കെ വെള്ളമുണ്ട്, ഊഞ്ഞാലുണ്ട്, പുഴയുടെ മേളിൽ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് കാണിക്കാൻ കാരണം ഇത്രയും തിരക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ആൾക്കാർ മഹാഗണിത്തോട്ടം വിട്ടുപോയെന്ന് അറിയില്ല, ആർക്കും അറിയാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പയ്യൻ പറഞ്ഞായിരുന്നു, എൻ്റെ ധാരണ മഹാഗണിത്തോട്ടം എന്ന് പറഞ്ഞത് ലൊക്കേഷൻ്റെ പേരായിരിക്കും എന്നാണ്. ഇതെനിക്ക് തോന്നുന്നു ഇല്ലിത്തോടോ അങ്ങനെ എന്തോ ഒരു സ്ഥലമുണ്ട്, മലയാറ്റൂർ അടുത്താണ്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഞാൻ അവിടെ ഏറ്റവും അറ്റത്ത് യുവമാർ കല്ലിൻ്റെ പുറത്തൊക്കെ കയറിയിരിക്കണുണ്ടപ്പോൾ ഞാനും വലിഞ്ഞേറി യുവമാർ കയറുന്ന സീൻ ഭയങ്കര ഇതായിരുന്നു. കാരണം 3 പേരെന്നെ പിടിച്ചിട്ടാണ് ഞാൻ ആ കല്ലിൻ്റെ മുകളിൽ കയറുന്നത്. ആൾക്കാരൊക്കെ നോക്കണ്ടായിരുന്നല്ലോ. പക്ഷെ എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയുക, വെള്ളം കാണാത്ത പിള്ളേരെ പോലെ ആയിരുന്നു. ഞാൻ കുറേ നേരം വെള്ളത്തിൻ്റെ അവിടെ നിന്നു. എന്തായാലും പോയി. കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഹെയർ സ്പായൊക്കെ ചെയ്ത് ഹെയറൊക്കെ അടിപൊളിയാക്കി ഇട്ടതാണ്. നേരെ പോയി നിന്ന് വെള്ളത്തിലൊക്കെ ഏതാണ്ട് കോഴിക്കുഞ്ഞിനെ പോലെ ആയിട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു 5-6 മണിയായി. കാരണം വണ്ടി പാർക്ക് ചെയ്തത് എത്രയോ കിലോമീറ്റർ അപ്പുറമായിരുന്നു. അപ്പോൾ നേരത്തെ വണ്ടി ഓടിച്ചില്ലേ, ഹാർവി പോയിട്ട് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഒരു ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു പകുതി ആയപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. കാരണം ഈ മല മുഴുവൻ നടന്ന് കയറണ്ടേ. ഞാൻ നടന്ന് കയറി എത്തുന്നതിന് മുമ്പ് ഈ കൊച്ചുങ്ങൾ ഓടി എൻ്റെ ഒപ്പം എത്തി. പിന്നെ അവിടെ വന്ന് വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടല്ലോ നെഞ്ചുവേന എടുക്കണ പോലെ തോന്നുന്നേ. അപ്പം ഞാൻ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ പോകുന്നത് കണ്ട് സന്തോഷത്തോടെ മക്കൾ കൊണ്ടുപോവാണ്. പക്ഷേ ഞാൻ വിചാരിച്ചത് ഇവരിങ്ങനെ തിരിച്ചു കയറും. പിന്നെ ഞങ്ങൾ ചാലക്കുടി എത്താനായപ്പോഴേക്കും ഈ ഒരു ഹോട്ടൽ കണ്ടു, നമ്മുടെ വിക്ടോറിയ ഹോട്ടൽ റിസോർട്ട് എന്നാണ് കേട്ടോ. അയ്യോടെ ഫുഡിനൊക്കെ ഇല്ലേ ഒടുക്കത്തെ ടേസ്റ്റും എന്നാൽ അധികം ക്യാഷും ഇല്ല. അവിടെ റൂംസൊക്കെ ഉണ്ട് കേട്ടോ. 2000-2500 രൂപക്ക് ഈ ഒരു സ്ഥലത്ത് താമസിക്കട്ടോ. അടിപൊളി വൈബുള്ള ഒരു ഹോട്ടൽ. എന്തോ പണ്ടത്തെ നടുമുറ്റമൊക്കെ ഉള്ള, ഞങ്ങൾക്ക് ആർട്ടിഫിഷ്യലായിട്ടൊക്കെ മഴ പെയ്യിച്ച് തന്നു. അടിപൊളിയായിരുന്നു. ഞാൻ കുറേ ഫോട്ടോ എടുത്ത് എന്താ പറയുക, ഭയങ്കര റേറ്റ് ഇല്ല. 2000-2500 രൂപയ്ക്ക് ഈ ഒരു റിസോർട്ടിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് താമസിക്കാം. പിന്നെ എന്തെന്നാണ്, ബാറൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തം സെറ്റപ്പാണ് അവിടെ. ബാറും സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഫാമിലിക്ക് താമസിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലും ആ വഴി കൂടി പോകണമെങ്കിൽ ഇവിടെ കയറിക്കോട്ടെ, ധൈര്യമായിട്ട് കയറിക്കും. എനിക്ക് തോന്നുന്നു ആരും ഇത് ചെയ്ത് കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു 7 മണിയായപ്പോൾ ഇറങ്ങി. എന്നിട്ട് പിന്നെ നമ്മുടെ മക്കൾ പോയിട്ടാ. പിറ്റേ ദിവസം റോണിൻ്റെ കൂട്ടുകാരൊക്കെ പോയപ്പോൾ ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ എനിക്ക് സങ്കടമാണ്. അവനും സങ്കടം തന്നെയാണ് കേട്ടോ. മറ്റേ നോർത്തിൽ നിന്ന് വന്ന പിള്ളേർക്കൊക്കെ കെട്ടിപ്പിടിച്ച് അവർ ഈ മാതാജി പിതാജി എന്നൊക്കെ പറഞ്ഞ് കാലൊക്കെ തൊട്ട് വന്നിക്കുമല്ലോ. അപ്പോൾ നമുക്കത് ശീലമില്ലെങ്കിലും പിള്ളേർ തരുന്ന റെസ്പെക്റ്റ് ഭയങ്കര സങ്കടത്തോടെയാണെങ്കിലും അവർ സന്തോഷമായിട്ടാണ് പോയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ബൈ ബൈ. ഇത് ഞാൻ ലുലുന്ന് മേടിച്ചാട്ടോ. അടിപൊളിയല്ലേ, 500 രൂപ കേട്ടോ. അപ്പോൾ